കൊല്ലം ജില്ലയിൽ പുനലൂർ താലൂക്കിൽ സഖ്യസാനു നിരകളിൽ കല്ലടയാറിന്റെ കൈവഴിയായ കുളത്തൂപ്പുഴ നദിയുടെ തീരത്ത് കാനന ഭംഗിയിൽ കുളത്തൂപ്പുഴ ബാലധർമ്മ ശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം അറിയിച്ച പുഴ അല്ലെങ്കിൽ ഒരു കുളന്തയുടെ സംരക്ഷകയായ പുഴയാണ് കുളന്തൈപ്പുഴ എന്ന കുളത്തൂപ്പുഴ. അങ്ങനെ ബാലധർമ്മ ശാസ്താവിന്റെ സംരക്ഷകയായി ക്ഷേത്രത്തെ തൊട്ടുരുമി കുളന്തൈപ്പുഴ ഒഴുകുന്നു. കേരളത്തിൽ കലിദോഷം ഇല്ലാതിരിക്കുവാൻ ഭഗവാൻ ഭാർഗവരാമൻ കേരളത്തിൽ സ്ഥാപിച്ച പ്രസിദ്ധമായ പഞ്ചമഹാശാസ്താ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് കുളത്തൂപ്പുഴ ശ്രീ ബാലധർമ്മ ശാസ്താ ക്ഷേത്രം. ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, കാന്തമല എന്നിവയാണ് മറ്റു 4 ക്ഷേത്രങ്ങൾ. പരമ്പരാഗത ശില്പചാരുതയിൽ പുരാതന കേരളീയ വാസ്തുവിദ്യയുടെ മകുടോദാഹരണമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുളത്തൂപ്പുഴ. ലോകത്തിലെ അപൂർവ വിഗ്രഹ പ്രതിഷ്ഠകളിലൊന്നായ അഷ്ടശിലാ വിഗ്രഹത്തിൽ ബാലഭാവത്തിൽ സ്വയംഭൂവായി ഇവിടെ ഭഗവാൻ കുടികൊള്ളുന്നു. ദേശരക്ഷകനായും ഭക്തർക്കും ദേശവാസികൾക്കും സർവ്വ ഐശ്വര്യപ്രദായകനായും ശ്രീ ധർമ്മശാസ്താവ് കുളത്തൂപ്പുഴയിൽ വാണരുളുന്നു. പന്തളം രാജാവാണ് ഇന്ന് കാണുന്ന രീതിയിൽ കുളത്തൂപ്പുഴ ക്ഷേത്രം പണികഴിപ്പിച്ചത്. കേരളത്തിലെ 108 പ്രധാനപ്പെട്ട അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്താ ക്ഷേത്രം ആണ് കുളത്തൂപ്പുഴ. കൊല്ലത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ സംരക്ഷിത വനമേഖലയിൽ ആണ് ക്ഷേത്രത്തിന്റെ സ്ഥാനം. ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ആയ ശ്രീ ധർമ്മശാസ്താവ് ബാലശാസ്താ രൂപത്തിൽ ആണ് ഇവിടെ. കുളത്തൂപ്പുഴ ബാലകൻ എന്നും ഭഗവാൻ വിശേഷിപ്പിക്കപ്പെടുന്നു. ഇവിടുത്തെ ദേവൻ ഉഗ്രമൂർത്തി ഭാവത്തിലും ഒപ്പം മംഗളപ്രദായകൻ ആയും ഭക്തർക്ക് അനുഭവവേദ്യമാകുന്നു. താരകബ്രഹ്മമായ ശ്രീ ധർമ്മശാസ്താവിനെ ബാലകന്റെ രൂപത്തിൽ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പരശുരാമന്റെ മുൻപിൽ 1 വയസ്സുള്ള ശിശുവായി പ്രത്യക്ഷപ്പെട്ട ശാസ്താ ചൈതന്യത്തെ സ്വയംഭൂശിലയിൽ കുടിയിരുത്തി പരശുരാമൻ ഇവിടെ പ്രതിഷ്ഠിച്ചു. അതാണ് കുളത്തൂപ്പുഴയിലെ മൂലവിഗ്രഹം. ശ്രീകോവിലിനുള്ളിൽ 3 വിഗ്രഹങ്ങളാണുള്ളത്. ഏറ്റവും മുൻപിൽ ഭാർഗവരാമനാൽ പ്രതിഷ്ഠിതമായ മൂലവിഗ്രഹം, തൊട്ടുപുറകിൽ ശിവേലി ബിംബം, അതിനു പിറകിലായി അലങ്കാര ബിംബം. ബാലകനായി കുടികൊള്ളുന്ന ഭഗവാനോടൊപ്പം ഗർഭഗൃഹത്തിൽ ഭഗവാൻ പരമശിവന്റെ പ്രതിഷ്ഠയും ഉണ്ട്. തിടപ്പള്ളിയിൽ ഒരു യക്ഷിയമ്മ സാന്നിധ്യവും കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ പ്രത്യേകതകളിലൊന്നാണ്. സ്വയംഭൂ വിഗ്രഹം 8 ശിലകളിലായി ഉള്ളതിനാൽ ശനീശ്വര ഭാവത്തിന് കുളത്തൂപ്പുഴയിൽ വളരെയേറെ പ്രാധാന്യം ഉണ്ട്. ജ്യോതിശാസ്ത്രത്തിൽ 8ാം ഭാവാധിപൻ ആയ ശനീശ്വരന്റെ ദോഷങ്ങൾ മാറുന്നതിനായി കുളത്തൂപ്പുഴയിൽ ഭക്തർ ശനീശ്വര പൂജ നടത്താറുണ്ട്. ശനിയാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും കറുപ്പ്, നീല എന്നീ നിറങ്ങളിലെ വസ്ത്രങ്ങൾ ക്ഷേത്ര ദർശന സമയത്ത് ധരിക്കുന്നതും അത്യുത്തമമായി കരുതപ്പെടുന്നു. ദേശദേവതയായ മാമ്പഴത്ര ഭഗവതിയാണ് ക്ഷേത്രത്തിൽ എത്തിയാൽ ആദ്യം ദർശിച്ചു വണങ്ങേണ്ടത്. മാമ്പഴത്ര ഭഗവതി ദേശത്തിന്റെയും മലയുടെയും കാടിന്റെയും അധിപതിയായി കുളത്തൂപ്പുഴയിൽ കുടിയിരിക്കുന്നു. ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്തായാണ് ശ്രീ മഹാവിഷ്ണു പ്രതിഷ്ഠ. മാതൃഭാവത്തിലാണ് കുളത്തൂപ്പുഴയിൽ ശ്രീ മഹാവിഷ്ണു പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയും ഉണ്ട്. നാലമ്പലത്തിന് പുറത്ത് സുന്ദരി യക്ഷിയമ്മയുടെ പ്രതിഷ്ഠ കാണാം. സുന്ദരി യക്ഷി സങ്കല്പം കേരളത്തിലെ പുരാതനമായ ഒരു യക്ഷി സങ്കല്പം ആണ്. സുന്ദര യക്ഷി സങ്കല്പം മാതൃഭാവത്തിലുള്ള ആദ്യ പരാശക്തിയായ ഭഗവതി തന്നെയാണ്. കണ്ണാടിയിൽ മുഖം നോക്കി പൊട്ടുതൊടുന്ന രീതിയിലാണ് പ്രതിഷ്ഠ. കുഞ്ഞുങ്ങൾക്ക് രോഗശാന്തി ലഭിക്കുന്നതിനും ബാലാരിഷ്ടതകൾ മാറി ആരോഗ്യവാന്മാരെ വളരുന്നതിനും ഭഗവതിക്ക് മുമ്പിൽ കരിവള സമർപ്പിക്കാറുണ്ട്. പെൺകുട്ടികൾ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനായി അമ്മയ്ക്ക് മുമ്പിൽ കുങ്കുമം കാണിക്കയായി സമർപ്പിക്കുന്ന പതിവുണ്ട്. സന്താനങ്ങൾ ജനിക്കുന്നതിനായി ദേവീ സന്നദ്ധിയിൽ ധാരാളം തൊട്ടിലുകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതും ഈ തിരുനടയുടെ മുൻപിലെ കാഴ്ചയാണ്. തന്നെ ആശ്രയിക്കുന്നവരെ കൈവിടാതെ അകമഴിഞ്ഞ് അനുഗ്രഹിക്കുന്ന അമ്മ തെറ്റുകളോട് ശക്തമായി പ്രതികരിക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. കിഴക്കോട്ട് ദർശനമായി ക്ഷേത്രത്തിന്റെ വലതുഭാഗത്തായി സർപ്പക്കാവുണ്ട്. ഇവിടെ നാഗരാജാവും നാഗരമ്മയും കുടികൊള്ളുന്നു. ഇത് സംരക്ഷിത സർപ്പക്കാവാണ്. ഇവ കൂടാതെ ഭൂതത്താൻ, കറുപ്പുസ്വാമി, ഗന്ധർവൻ എന്നീ ഉപപ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. ഒരു പ്രളയകാലത്ത് ക്ഷേത്രത്തിന് നാശം ഉണ്ടാവുകയും വിഗ്രഹം നഷ്ടപ്പെടുകയും ചെയ്തതായി പറയപ്പെടുന്നു. പിന്നീട് ഏറെക്കാലങ്ങൾക്ക് ശേഷം കുളത്തൂപ്പുഴ ക്ഷേത്രം കൊട്ടാരക്കര തമ്പുരാന്റെ അധീനതയിൽ ആയിരുന്ന കാലയളവിൽ കൊക്കുളത്ത് മഠത്തിലെ നമ്പൂതിരിമാർ തീർത്ഥാടന വേളയിൽ കുളത്തൂപ്പുഴയിൽ എത്തുകയും നദിയുടെ തീരത്ത് വിശ്രമിക്കുകയും ചെയ്തു.
ഈ വേളയിൽ നമ്പൂതിരിമാരുടെ നിർദ്ദേശപ്രകാരം കുളത്തൂപ്പുഴ സ്വദേശിയും കൊട്ടാരക്കര തമ്പുരാന്റെ പടനായകനും ആയ തലയെഴുകത്ത് കുറുപ്പ് അദ്ദേഹത്തിന്റെ പടയാളികൾക്ക് ആഹാര സാധനങ്ങൾ പാകം ചെയ്യുന്നതിന് അടുപ്പ് ഒരുക്കുന്നതിനായി 3 ശിലകൾ നൽകി. എന്നാൽ അതിലൊരു ശിലയ്ക്ക് മറ്റുള്ളവയെ അപേക്ഷിച്ച് നീളക്കൂടുതൽ ഉള്ളതിനാൽ അടുപ്പൊരുക്കാൻ പ്രയാസം അനുഭവപ്പെട്ടു. മറ്റുള്ള ശിലകളുമായി പൊരുത്തത്തിലാക്കാൻ പല മാർഗങ്ങളും സ്വീകരിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല. ഒടുവിൽ അവർ ശില പൊട്ടിച്ച് മറ്റു 2 ശിലകൾക്ക് സമാനമാക്കാൻ ശ്രമിച്ചു. ഈ ശ്രമത്തിൽ ശില പൊട്ടി 8ആയി പിളരുകയും അതിൽ നിന്നും രക്തം ഒഴുകി തുടങ്ങുകയും ചെയ്തു. ഭയചകിതരായ ജോലിക്കാർ നമ്പൂതിരിയെ വിവരം അറിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടുപോയ പരശുരാമനാൽ പ്രതിഷ്ഠിതമായ സ്വയംഭൂ വിഗ്രഹമാണ് ഇതെന്ന് നമ്പൂതിരിമാർക്ക് മനസ്സിലാവുകയും പൊട്ടിപ്പോയ 8 ശിലകൾ ചേർത്ത് വെച്ച് വെള്ളിമുഖത്തോടുകൂടി പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. കൊട്ടാരക്കര തമ്പുരാൻ ഇതിലേക്ക് ആവശ്യമായ തുക അനുവദിക്കുകയും ചെയ്തതായി ഐതിഹ്യം. പുനഃപ്രതിഷ്ഠ നടത്തിയ കൊക്കുളത്തുമഠത്തിന് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശം. കൊക്കുളത്തുമഠത്തിലെ ബ്രഹ്മശ്രീ വാസുദേവരർ ആണ് നിലവിലെ ക്ഷേത്രം തന്ത്രി. കുളത്തൂപ്പുഴ ബാലകനോടൊപ്പം തന്നെ പ്രസിദ്ധവും പ്രശസ്തവുമാണ് ക്ഷേത്രക്കടവിലെ മത്സ്യങ്ങൾ. തിരുമക്കൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. വിട്ടുമാറാത്ത ത്വക്കുരോഗങ്ങൾ മാറുന്നതിനായി മീനൂട്ട് നടത്തുക എന്നത് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങാണ്. ആദ്യകാലങ്ങളിൽ ക്ഷേത്രം ശാന്തിയുടെ നേതൃത്വത്തിൽ മീനുകൾക്ക് പ്രത്യേകം നിവേദ്യം തയ്യാറാക്കി എല്ലാ ദിവസവും നൽകുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇത് നിലയ്ക്കുകയും വർഷത്തിൽ ഒരിക്കൽ മാത്രമായി ചുരുങ്ങുകയും ചെയ്തു. എന്നാൽ ക്ഷേത്രത്തിൽ ഇത് ഒരു വഴിപാടായി ഉള്ളതിനാൽ ദിനം പ്രതി 100 കണക്കിന് ഭക്തരാണ് മീനൂട്ട് നടത്തുന്നത്. രാസക്രീഡകളിൽ കൂടി ഭഗവാനെ വശീകരിക്കാൻ ശ്രമിച്ച ജലകന്യകയെ മത്സ്യരൂപത്തിൽ കുളത്തൂപ്പുഴ നദിയിൽ കിടന്നുകൊള്ളാൻ ഭഗവാൻ അനുഗ്രഹിച്ചതായാണ് ഐതിഹ്യം. ഈ മീനുകൾക്ക് അരി, മലർ, കടല എന്നിവയാണ് ഭക്തജനങ്ങൾ ഭക്തിയാദരപൂർവ്വം നിവേദ്യമായി നൽകുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് പ്രത്യേക പൂജകളോടെ ക്ഷേത്രം മേൽശാന്തി പൂജാദ്രവ്യങ്ങളായ പായസം, വെള്ളനിവേദ്യം എന്നിവ മീനുകൾക്ക് ഊട്ടുന്ന ചടങ്ങാണ് പ്രശസ്തമായ കുളത്തൂപ്പുഴ മീനൂട്ട്. ക്ഷേത്രക്കടവിൽ തിരുമക്കൾ ചത്തുപൊങ്ങുകയാണെങ്കിൽ ക്ഷേത്രം തന്ത്രിയോ മേൽശാന്തിയോ എത്തി സംസ്കാര ചടങ്ങുകൾ നടത്തുന്നു എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. നമസ്കാര മണ്ഡപത്തിന് മുകളിലായി വെള്ളിയിൽ തീർത്ത ഒരു മീനിന്റെ രൂപം കാണാൻ സാധിക്കും. ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്ഷേത്രക്കടവിൽ നിന്നും മീൻ പിടിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയ്ക്കുണ്ടായ ചർമ്മരോഗം ഭേദമാകുന്നതിനായി നൽകിയ നേർച്ചയാണിത്. ബാലശാസ്താവ് ആയതിനാൽ രാവിലെയും വൈകുന്നേരവും പള്ളി ഉണർത്തൽ ചടങ്ങ് നടത്തപ്പെടുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുളത്തൂപ്പുഴ. രാവിലെ 4:30 ഭഗവാനെ പള്ളി ഉണർത്തിയ ശേഷം 5 മണിക്ക് നട തുറക്കുന്നു. ഉഷപൂജ, ഉച്ചപൂജ എന്നീ ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12 മണിക്ക് നടയടയ്ക്കുന്നു. വൈകുന്നേരം 4:30 വീണ്ടും പള്ളി ഉണർത്തിയ ശേഷം 5 മണിക്ക് നട തുറക്കുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം അത്താഴ പൂജയും നടത്തി രാത്രി 8 മണിക്ക് നടയടയ്ക്കുന്നു. ക്ഷേത്ര ഉത്സവ സമയത്തും മറ്റ് വിശേഷാൽ ദിവസങ്ങളിലും വിശേഷാൽ പൂജകൾ ഉള്ള ദിവസങ്ങളിലും സമയക്രമത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മീനൂട്ട്, പുഷ്പാഭിഷേകം, നെയ്യഭിഷേകം, നീരാഞ്ജനം, രക്തപുഷ്പാഞ്ജലി, അഷ്ടോത്തരാർച്ചന, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അരവണ, അപ്പം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. അടിമ സമർപ്പണം ആണ് വഴിപാടുകളിൽ വേറിട്ട് നിൽക്കുന്നത്. ബാലാരിഷ്ടത മാറാൻ കുഞ്ഞുങ്ങളെ മാതാവോ പിതാവോ സോപാനത്തിൽ കമഴ്ത്തി കിടത്തി ഭഗവാന് സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. നേർച്ച പ്രകാരമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ക്ഷേത്ര വഴിപാടുകൾക്കായി ക്ഷേത്രത്തിനുള്ളിൽ ദേവസ്വം വക പ്രത്യേക കൗണ്ടർ പ്രവർത്തിക്കുന്നുണ്ട്. മേടവിഷു മഹോത്സവം ആണ് പ്രധാന വാർഷിക ഉത്സവം. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിലെ വിഷുക്കണി ദർശനം അതിവിശേഷപ്പെട്ടതാണ്. ദേശത്തു നിന്നും വിദേശത്തു നിന്നും ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് വിഷുക്കണി ദർശനത്തിനായി അന്നേ ദിവസം എത്തിച്ചേരുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന എഴുന്നള്ളത്ത് ഘോഷയാത്ര, മീനൂട്ട് എന്നിവ വിശേഷപ്പെട്ടതാണ്. പൈങ്കുനി ഉത്രം മഹോത്സവം ആണ് മറ്റൊരു വിശേഷാൽ വാർഷിക ഉത്സവം. ഇന്നാളുകളിൽ നടത്തപ്പെടുന്ന പുഷ്പാഭിഷേകം ദർശിക്കാൻ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആയിരങ്ങൾ ആണ് അയ്യന്റെ തിരുനടയിലേക്ക് ഒഴുകിയെത്തുന്നത്. അയ്യപ്പ സഹസ്രനാമ ലക്ഷാർച്ചന ഭക്തരുടെ പങ്കാളിത്തത്തോടെ പ്രധാന ആചാര്യന്റെ മേൽനോട്ടത്തിൽ ക്ഷേത്രത്തിന് കിഴക്കേ നടപ്പന്തലിൽ ഈ ദിവസം നടത്തപ്പെടുന്നു. മണ്ഡല മകരവിളക്ക് കാലയളവ് ക്ഷേത്രത്തിൽ ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ഒരു കാലയളവാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ ഉള്ള ഈ മഹാക്ഷേത്രത്തിലേക്ക് തിരുവനന്തപുരത്ത് നിന്നും റോഡ് മാർഗം നെടുമങ്ങാട് പാലോട് വഴിയും
കന്യാകുമാരി ഭാഗത്തു നിന്നും കളിയിക്കാവിള വെള്ളറട ആര്യനാട് കുതിര പാലോട് വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. തെങ്കാശി ഭാഗത്തു നിന്നും വരുന്നവർക്ക് ചെങ്കോട്ട ആര്യങ്കാവ് തെമ്മല വഴി കുളത്തൂപ്പുഴയിൽ എത്തിച്ചേരാൻ സാധിക്കും. തെങ്കാശിയിൽ നിന്നും കുളത്തൂപ്പുഴ വഴി തിരുവനന്തപുരത്തേക്കും തിരികെയും തിരുവനന്തപുരം തെങ്കാശി KSRTC ബസ് സർവീസ് യഥേഷ്ടം ലഭ്യമാണ്. കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന് മുൻഭാഗത്തു കൂടിയാണ് തിരുവനന്തപുരം തെന്മല സ്റ്റേറ്റ് ഹൈവേ 2 കടന്നുപോകുന്നത്. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട ഭാഗത്തു നിന്നും പുനലൂർ അഞ്ചൽ വഴി കുളത്തൂപ്പുഴയിൽ എത്തിച്ചേരാം. കൊല്ലത്തു നിന്നും കൊട്ടാരക്കര പുനലൂർ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ക്ഷേത്രത്തിന് സമീപത്ത് തന്നെയാണ് കുളത്തൂപ്പുഴ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ. പുനലൂർ KSRTC ഡിപ്പോയാണ് സമീപത്തുള്ള പ്രധാന KSRTC ഡിപ്പോ. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പുനലൂരിലേക്ക് യഥേഷ്ടം സർവീസുകൾ ലഭ്യമാണ്. പുനലൂർ കുളത്തൂപ്പുഴ റോഡ് മാർഗം നന്നായി ബന്ധിച്ചിരിക്കുന്നു. ട്രെയിൻ മാർഗം എത്തുന്നവർക്ക് പുനലൂർ ആണ് സമീപമുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷൻ. 10 കിലോമീറ്റർ അടുത്ത് തെന്മല റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെങ്കിലും എല്ലാ ട്രെയിനുകൾക്കും തെന്മലയിൽ സ്റ്റോപ്പില്ല. മണ്ഡല മകരവിളക്ക് കാലയളവിൽ പുനലൂരിലേക്ക് പ്രത്യേക ശബരിമല സ്പെഷ്യൽ ട്രെയിൻ സർവീസുകൾ ഉണ്ടായിരിക്കും. മണ്ഡല മകരവിളക്ക് കാലയളവിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ട്രെയിൻ മാർഗം എത്തുന്ന ഭക്തർ പുനലൂരിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം കുളത്തൂപ്പുഴയിൽ എത്തി ക്ഷേത്രദർശനം നടത്തുക പതിവാണ്. അടുത്തുള്ള എയർപോർട്ട് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. PWD വക ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, YMCA ഗസ്റ്റ് ഹൗസ്, മറ്റ് പ്രൈവറ്റ് ഹോട്ടലുകൾ, ലോഡ്ജുകൾ എന്നിവ താമസ സൗകര്യത്തിനായി കുളത്തൂപ്പുഴയിൽ ഉണ്ട്. കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് അഞ്ചൽ, പുനലൂർ എന്നീ പട്ടണങ്ങളെ താമസത്തിനായി ആശ്രയിക്കാവുന്നതാണ്. സർവ്യാധിപള പ്രവൃത്തങ്ങളും കണ്ണു